Welcome 6th standard to your political life video class. Now in the last two classes I have taken, the second lesson, I have explained about the stereotype, prejudice and all. Now in this class I am going to take about on being discriminated against, about that. Now a little I have taken about that. On being discriminated means നമ്മൾ വേർതിരിവ്, നമ്മൾ ചില ആൾക്കാരെ വേർതിരിച്ച് വെക്കുക. For example, I told you like the steps of a ladder. Now the top step will come for the higher caste, then as we come to the lower caste. In other classes also I have explained to you all about the caste system in earlier times. The people were divided according to their opportunity, according to their work they were divided, and according to their background they were divided into castes. For example, those who served the god, they belonged to the Brahmins. Then those who fought battles and all, they belonged to the Kshatriyas, that is kings and all come under that. Then the third, the teachers, artisans, all that, all they belong to the Vaishyas. And the lower caste, അതായത് SC, ST, താന്ന പുലയന്മാർ, അങ്ങനത്തെ ഒക്കെ ആൾക്കാർ, ചെറുമക്കൾ, അവരൊക്കെ low caste, that is Sudras. Like this way, according to the work the people did, they were divided. അങ്ങനെയാണ് caste system form. അതാണ് അതിനനുസരിച്ച് ladder, the Brahmins, then Kshatriyas, then Vaishyas, then Sudras, അങ്ങനെ വരും. According to the ladder, upper caste and all. Such called untouchability also occurred. അപ്പോൾ ഈ high caste ഇങ്ങനെ നടന്നു പോകുമ്പോൾ low caste അത് കൂടെ വന്നാൽ തൊടാനും പാടില്ല, ഒന്നും അയിത്തക്കേട് എന്ന് പറയും. അതാണ് untouchability. അപ്പോൾ caste rules were set, untouchables and all. അങ്ങനെയാണ് ഈ ഡോക്ടർ ഭീംറാവു അംബേദ്കർ, അതായത് ഡോക്ടർ അംബേദ്കർ, ഹീസ് ദ ഫാദർ ഓഫ് ആ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളെ ഭരണഘടനേൻ്റെ ഫാദർ. മനസ്സിലായില്ലേ? നമ്മുടെ ഇന്ത്യ സൂൺ ആഫ്റ്റർ ഫ്രീഡം ഒരു 1949 ഇവർ ഇതിനെപ്പറ്റിയൊക്കെ എഴുതിയത്. പക്ഷെ ദാറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ ജാനുവരി 26, 1950 അത് ഫോഴ്സിലായിട്ട് വന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ, അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഇന്ത്യ ഭരിക്കുന്നത്. അതിൽ എന്തൊക്കെ നിയമങ്ങൾ, അതൊക്കെ നമുക്ക് തുല്യമായിട്ട് അവകാശപ്പെട്ടതാ, എല്ലാ ജനങ്ങൾക്കും തുല്യമായി അവകാശപ്പെട്ടതാ. അവിടെ ജാതിയില്ല, നോ കാസ്റ്റ്, ക്രീഡ്, സെക്സ്, കളർ ഒന്നുമില്ല. അതായത് ജാതിയില്ല, കളറില്ല, പിന്നെ സെക്സില്ല, ഒന്നുമില്ല. എല്ലാവർക്കും തുല്യമായിട്ട് അവകാശം, അതാണ് അവിടെ. സോ ഡോക്ടർ ഭീംറാവു അംബേദ്കർ ആയിരുന്നു ഫാദർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അയാൾ ചെറുപ്പത്തിൽ അയാൾ എങ്ങനെയാണ്, അയാൾ ഒരു ദളിത് കമ്മ്യൂണിറ്റിയിലാണ് അയാൾ ജനിച്ചത്. ദളിത് കമ്മ്യൂണിറ്റി ഇതാണ്. ദ കാസ്റ്റ് എന്തായിരിക്കും? മഹർ. ദളിത് കമ്മ്യൂണിറ്റി, ഹി ബിലോങ് ടു ദ ദളിത് കമ്മ്യൂണിറ്റി. അപ്പൊ ദളിത്തിന്റെ അകത്ത് വേറെ മഹർ കാസ്റ്റ്, ജാതി മഹറാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ലേ ഹിന്ദുവിൽ തീയ, ഹിന്ദുവിൽ നായർ, അതേമാതിരി ക്രിസ്ത്യനിൽ RC, അല്ലെ ക്രിസ്ത്യനിൽ LC, അല്ലെ ക്രിസ്ത്യനിൽ CSI. അതേമാതിരി കമ്മ്യൂണിറ്റിയിൽ, ദളിത് കമ്മ്യൂണിറ്റിയിൽ മഹർ കാസ്റ്റിലാണ് അയാൾ വളർന്നത്. അതായത് അന്നത്തെ ലോവർ കാസ്റ്റാണ്. അപ്പം അയാൾക്ക് മറ്റേ കുട്ടികളമായിട്ട് ഒരു അവകാശം കിട്ടിയിട്ടില്ല. ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒന്നും. ഹി വാസ് ട്രീറ്റഡ് ആസ് എ ലോവർ കാസ്റ്റ് ബോയ്. The teacher didn't ask question, he was made to sit in the corner of the classroom. അതൊക്കെ കുറേ ഉണ്ട്. അതേമാതിരി ഇവിടെ ഈ ടെക്സ്റ്റിൻ്റെ അകത്തൊരു സ്റ്റോറി ഉണ്ട്. പിന്നെ അംബേദ്കറും ബ്രദറും കൂടെ അച്ഛനെ കാണാൻ വേണ്ടി പോയപ്പം ഒരു ബുള്ളക്കാട്ട് പോലും ഹയർ ചെയ്യാൻ പറ്റിയില്ല. ആരും ഇവരെ കൊണ്ടുപോയില്ല. എന്തുകൊണ്ട്? ദേ ബിലോങ് ടു ദ മഹർ കാസ്റ്റ് ആയതുകൊണ്ട്. അപ്പം കുറേ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ അനുഭവിക്കുമ്പോൾ എന്താണ് ആൾക്കാർക്ക് തോന്നുന്നത്? ദേ വിൽ ബി ഹേർട്ട്, വല്ലാതെ വേദനിക്കും അല്ലേ? അവർ വല്ലാതെ വേദനിക്കും, അവർക്ക് ദേഷ്യം വരും, അതൊക്കെ വരും. സോ ലൈക്ക് ദാറ്റ് വേ ദിസ് അംബേദ്കർ ഹാഡ് സഫേർഡ് എ ഗ്രേറ്റ് ലോട്ട് because he was born in that Mahar caste. So
അപ്പം അംബേദ്കർ വലുതായപ്പം ആദ്യം എന്താണ് വിചാരിച്ചത്? ടു ഫോട്ട് ഫോർ ദ റൈറ്റ് ഓഫ് ദ ദളിത് കമ്മ്യൂണിറ്റി. ഈ ദളിത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് പോരാടണം, മഹർ കാസ്റ്റ്. അങ്ങനെ അയാൾ എല്ലാ കുട്ടികളും എന്താണ് പറഞ്ഞത്? മഹർസെ പൂർ ഓൺ നോ ലാൻഡ്, ചിൽഡ്രൻ ബോൺ ടു ദം ഓൾസോ ഹാഡ് ടു വർക്ക് ദിയർ പാരൻസ്. കണ്ടോ, അവർക്ക് വേറൊരു ജോലിക്കൊന്നും ശ്രമിക്കാൻ പറ്റില്ല. അവരുടെ അച്ഛന്മാരെന്താ ചെയ്തത് അത് അവർ ചെയ്തിരുന്നോളുക. അതാണ്. അപ്പം ആദ്യം തന്നെ അയാൾ എന്താ ചെയ്തത്? ഹി വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു കംപ്ലീറ്റ് ഹിസ് കോളേജ് എഡ്യൂക്കേഷൻ. കണ്ടോ, ഡിഗ്രി ഒക്കെ അയാൾ കോളേജ് എഡ്യൂക്കേഷൻ എടുത്ത് എന്നിട്ട് അയാൾ ഇംഗ്ലണ്ടിൽ ഒരു ലോയറിന് വേണ്ടി പഠിക്കാൻ പോയി. ആൻഡ് കോളേജ് and he went to England to become a lawyer. He encouraged Dalits. അപ്പോൾ ഈ ദളിത്സ് ആൾക്കാരോട് എന്താണ് അയാൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞത്? ടു സെൻഡ് ദിയർ ചിൽഡ്രൻ ടു സ്കൂൾ ആൻഡ് കോളേജ്. അതായത് മടിക്കരുതെന്ന്. ടു സെൻഡ് ദിയർ ചിൽഡ്രൻ ടു സ്കൂൾ ആൻഡ് കോളേജ്. ആൻഡ് ഓൾസോ he urged the Dalits to try jobs in government post. അതായത് ഗവൺമെൻറ് പോസ്റ്റ് ആൻഡ് ടു കം ഔട്ട് ഓഫ് ദ സൊസൈറ്റി. ആ കാസ്റ്റ് സിസ്റ്റമിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആൾക്കാരോട് പറഞ്ഞത്. ആൻഡ് ഹി ഓൾസോ മെയ്ഡ് മെനി എഫേർട്സ്. കുറേ ശ്രമിച്ച്, അതായത് ഇവരെ അമ്പലത്തിലേക്കൊക്കെ കയറ്റാനും ടു ഗെയിൻ എൻട്രി ഇൻ ടു ടെമ്പിൾസ്. അന്നത്തെ കാലം ഇവർക്ക് അമ്പലത്തിൽ പോകാനുള്ള അവകാശമൊന്നുമില്ല. സോ എൻട്രി അതൊക്കെ ഇയാൾ പോരാടി. ഇയാൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഈ ദളിത് കമ്മ്യൂണിറ്റിക്ക് ഒരു സ്ഥാനം കിട്ടാൻ ഇൻ ദ സൊസൈറ്റി. ആൻഡ് പിന്നെ അയാൾ മനസ്സിലാക്കിയത് ഒന്നിൻ്റെ അകത്തും ഒരു ഈക്വാലിറ്റി. അങ്ങനെയാണ് അയാൾ ബുദ്ധിസം എന്ന് പറഞ്ഞ റിലീജിയൻ, ആ റിലീജിയൻ വായിച്ചപ്പോൾ അയാൾക്ക് തോന്നി അവിടെ എല്ലാവരും ട്രീറ്റ് ഈക്വൽ ആയിട്ടാണ് അതിൻ്റെ അകത്ത് ഓരോ തത്വങ്ങളൊക്കെ പറയുന്നത്. സോ ഹി എംബ്രേസ്ഡ് ബുദ്ധിസം. So Dr. Ambedkar believed that Dalits must fight the caste system and work towards a society based on respect. കണ്ടോ, അപ്പോൾ ഇവർക്ക് ഇങ്ങനെയൊക്കെ വേർതിരിയുമ്പോൾ അവർക്കൊരു റെസ്പെക്റ്റും കിട്ടൂല, ഒന്നും കിട്ടൂല. അപ്പം അതാണ് അംബേദ്കർ പോരാടിയത് ഫോർ ദ ദളിത് കമ്മ്യൂണിറ്റി. Now imagine how difficult it would be if people could not move easily from one place to another. How insulting and how harmful. മനസ്സിലായില്ലേ? താഴ്ന്ന ജാതിക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റൂല, അവിടെ പോകാൻ പറ്റില്ല, ഇവിടെ പോകാൻ പറ്റൂല. അപ്പം എത്ര ഇൻസൾട്ടിങ് ആൻഡ് ഹേർട്ട്ഫുൾ. So to touch, not allowed to touch or allow you to drink water from the same source as they do. മറ്റുള്ളവർ കുടിക്കുന്ന ആ പൈപ്പിൽ നിന്ന് പോലും വെള്ളം എടുക്കാൻ സമ്മതിക്കൂല. അതൊക്കെ എത്ര ഇൻസൾട്ടിങ് ആണ്. സോ അതാണ് ആ സ്റ്റോറീൻ്റെ അകത്ത്. ആ സ്റ്റോറി ഞാനിപ്പോൾ ഇവിടെ ടൈമില്ല, അത് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. ആ കാട്ട്മൻ, എനിക്ക് തോന്നുന്നു ബുള്ളറ്റ് കാട്ടാണോ ഹോസ് കാട്ടാണോ എന്ന, കുതിരവണ്ടിയോ കാളവണ്ടിയാണോ എന്നറിയില്ല, അവരാരും തയ്യാറായില്ല ഇവരെ രണ്ടുപേരെയും അങ്ങോട്ടേക്ക് എത്തിക്കാൻ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ബിലോങ് ടു ദ ദളിത് കമ്മ്യൂണിറ്റി. സോ ദേ ആക്ട് ഓൾ ദ ബുള്ളറ്റ് കാട്ട്, ആ കാട്ട്മെൻ ആൻഡ് ഓൾ ആക്റ്റഡ് ഇൻ എ ഡിസ്ക്രിമിനേറ്ററി മാനർ. ഡിസ്ക്രിമിനേറ്ററി മാനർ എന്ന് പറഞ്ഞാൽ ഒരു വേർതിരിച്ചു ഇവരെ. So clearly, as the story shows, caste-based discrimination is not only limited to preventing Dalits from undertaking certain economic activities. അതായത് ദളിത്തിന് ഇന്നെ ജോലിയും ചെയ്യാൻ പറ്റൂല, അവരവരുടെ അച്ഛന്മാരെന്താ ചെയ്തത് അത് മാത്രം, ഒരു പുതിയ തൊഴിലേക്ക് ഒന്നും അവർക്ക് പറ്റൂല. അതാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചത്. ഓൺ ബീയിങ് ഡിസ്ക്രിമിനേറ്റഡ് എഗെയിൻസ്റ്റ്. നെക്സ്റ്റ്, സ്ട്രൈവിങ് ഫോർ ഈക്വാളിറ്റി. സ്ട്രൈവിങ് അതായത് നമ്മൾ പോരാടുക തുല്യതക്ക് വേണ്ടിയിട്ട്. സോ ആ സമയത്തായിരുന്നു ദ സ്ട്രഗിൾ ഫോർ ഫ്രീഡം ഫ്രം ബ്രിട്ടീഷ് റൂൾ. അന്നത്തെ കാലം ഇന്ത്യക്കാർ പിന്നെ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യനെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടമൊക്കെ തുടങ്ങിയത്. അതൊരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഭാഗത്ത് ഈ ആൾക്കാർ, അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓൾസോ ഫോട്ട് ടു ബി ട്രീറ്റഡ് മോർ ഈക്വലി. അവരെയും തുല്യമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ട. അവരൊക്കെ ദളിറ്റ്സ്. പിന്നെ വിമൻ, ചില സ്ത്രീകൾക്കും ഉണ്ട്, ഇപ്പോഴും സ്ത്രീകൾക്കുണ്ട് പുരുഷന്മാരെ തുല്യമായിട്ടുള്ള ആ ഈക്വാലിറ്റി കിട്ടൂല. ദെൻ ട്രൈബൽസ്, ആദിവാസികൾ, ആൻഡ് പെസൻസ്, ചില കൃഷിക്കാരൊക്കെ ഫോട്ട് അഗെയിൻസ്റ്റ് ഇൻഇക്വാലിറ്റീസ് ദേ എക്സ്പീരിയൻസ്ഡ്. സോ വിമൻ എന്തൊക്കെയാണ് അവർ ആവശ്യപ്പെട്ടത്? വിമൻ ഡിമാൻഡഡ് ദേ ഷുഡ് ഹാവ് എ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആസ് മെൻ ഡിഡ്. കണ്ടോ, പുരുഷന്മാർ അന്നത്തെ കാലമൊക്കെ അങ്ങനെയാണ്. പണ്ട് കാലത്തൊക്കെ അത് പെൺകുട്ടിയാണെങ്കിൽ സ്കൂളിൽ പോകാൻ സമ്മതിക്കൂല, അത് കല്യാണം കഴിച്ച് പോകേണ്ടതല്ലേ. അപ്പോൾ ആൺകുട്ടികളെ മാത്രം
സ്കൂളിലേക്ക് വിടും. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. അതിനാണ് പോരാടിയത് the women also fought for the right to educated as men did. കണ്ടോ, പുരുഷന്മാർക്ക് അതേ തുല്യമായിട്ട് വിദ്യാഭ്യാസം ഇവർക്കും വേണം, ഇവർക്കും അതിനുള്ള അവസരം കിട്ടണം, അതിനു വേണ്ടി പോരാടി. പിന്നെ peasants and tribals to release themselves from the grasp of the money lender. അതായത് പൈസ വാങ്ങുക, കടം വാങ്ങുക, അവരിൽ നിന്ന് അവർ പൈസ കടം കൊടുക്കും, പക്ഷെ ഒരുപാട് പിന്നെ ഇൻട്രസ്റ്റും ഇവർ ചുമത്തും. അപ്പം അതിൽ നിന്ന് ഇവരെ മോചിപ്പിക്കുക. അത് പെസൻസ് ആൻഡ് ട്രൈബിൾസ്. സോ വെൻ ഇന്ത്യ ബിക്കേം എ നേഷൻ, അല്ലേ, 1947 ഇന്ത്യ ഒരു നേഷനായി വന്നത്. ആ ലീഡേഴ്സ് ടു വെ കൺസേർഡ് അബൌട്ട് ദ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഇൻഇക്വാളിറ്റീസ് ദറ്റ് എക്സിസ്റ്റ്. അപ്പോൾ അവർക്ക് ലീഡേഴ്സിനും അറിയാം. അന്നത്തെ മഹാത്മാഗാന്ധി അങ്ങനെ കുറേ ലീഡേഴ്സൊക്കെ ഉണ്ട്, ജവഹർലാൽ നെഹ്റു, അങ്ങനെ കേളപ്പൻ, അങ്ങനെ കുറേ ലീഡേഴ്സ് ഉണ്ട്. അവരൊക്കെ ആദ്യം എന്താ വിചാരിച്ചത്, ആ ഇൻഇക്വാളിറ്റീസ് എക്സിസ്റ്റ് ചെയ്ത് അതിന് ഒരു ഇത് മാർഗം കാണണമെന്ന്. അങ്ങനെയാണ് ദോസ് ഹു റോട്ട് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡോക്യുമെന്റ് അവരാദ്യം എന്താ എഴുതിയത്, ഗവൺമെന്റ് ജോബ്സ് ആർ ഓപ്പൺ ടു ഓൾ പീപ്പിൾ, ദ റൈറ്റേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അതൊക്കെ എഴുതി. അതെല്ലാം അതായത് തുല്യം, എല്ലാവർക്കും തുല്യമാണ് ഇന്ത്യ. അങ്ങനെ ഇന്ത്യ ബിക്കേം എ സെക്യുലർ കൺട്രി. സെക്യുലർ കൺട്രി മീൻസ് അവനാൻ്റെ ഫെസ്റ്റിവൽ ആഘോഷിക്കുക, അവനാൻ്റെ ഭാഷ സംസാരിക്കുക, അവനാൻ്റെ മതം സ്വീകരിക്കുക, അതൊക്കെ എല്ലാം തുല്യം. അതിനാണ് ഇന്ത്യ ബിക്കേം എ സെക്യുലർ കൺട്രി. അപ്പോൾ അതാണിത്. അപ്പോൾ ഇവിടെ ഏകദേശം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് പേജാണ് ഇവിടെ എഴുതിയത്, ഏകദേശം ഫസ്റ്റ് പേജ് എന്തൊക്കെയാണ്. സോ യു ക്യാൻ റീഡ് ആൻഡ് ദീസ് എക്സസൈസ് ഐ ഹവ് സെൻഡ് ടു യു ഓൾ, isn't it? Now the remaining answers also I'll send along with this video, children. You all have to copy down and study and read the lesson, children. I sometimes I may give some of the questions from the lesson also, because here only few questions, so I'll give short question answers from the lesson also along with this video. Thank you, children.